നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ആകാശം മദ്യലഹരിയില് ഓരോന്നിങ്ങനെ കിടന്ന് വിളിച്ചു പോവാണ്. മീനു കുറെ സമയം നോക്കി നിന്നു. ആകാശിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാം. ആകാശ് ഒരു കുഞ്ഞിനെ കുറെ ആഗ്രഹിക്കുന്നുണ്ട്. കുറെ നാളുകളായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പം അത് വേണ്ടാന്നൊരു തീരുമാനത്തിലായിരുന്നു മീനു. അങ്ങനെ മദ്യലഹരിയില് അബോധാവസ്ഥയിലായ സമയത്തും ആകാശ് ഇങ്ങനെ പൊലിപ്പിക്കൊണ്ടിരിക്കണം. മീനു ഐ ലവ് യു മീനു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പൊലിപ്പിക്കൊണ്ടിരുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനു പതുക്കെ ആകാശിന്റെ അരിയിലേക്ക് എന്തോ. അപ്പോഴേക്കും ആകാശ് ഇങ്ങനെ ഓരോന്ന് പ്രവർത്തിക്കൊണ്ടിരിക്കണം. മീനു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീനു അരികിലിരുന്നു. പിന്നീട് പതുക്കെ ആ തലമുടിയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്ന സമയത്ത് ആകാശ മയക്കത്തിലേക്ക് വീണു. മീനു ഇങ്ങനെ ആലോചിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശ് തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ആകാശിന് എല്ലാവരോടും കാര്യമാണ്. ചേട്ടന്റെ ജീവൻ തകർന്നല്ല, ആകാശിന് സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ആകാശ് ഇങ്ങനെയൊക്കെ പറയണേ. അല്ലാതെ ശ്രീദേവി ചേച്ചിയോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടല്ല. ആനന്ദന്റെ ജീവിതം തകർന്നു പോയല്ലോ എന്നൊരു ചിന്ത. അത് മാത്രമല്ല, അച്ഛനെടുത്ത തീരുമാനം, അച്ഛൻ സ്വന്തമായിട്ടെടുത്ത തീരുമാനമായിരുന്നു. ആരോടും കൂടുതലൊന്നും ചോദിക്കാൻ പറയാനൊന്നും പോയില്ല. അപ്പൊ ആ ഒരു തീരുമാനം, അതുകൊണ്ടാണ് ആനന്ദന്റെ ജീവിതം നശിച്ചു പോയത്. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ല. ഇപ്പൊ ആരുടെ മനസ്സിലേക്ക് കയറി തുറന്നു നോക്കാനൊന്നും പറ്റത്തില്ലോ. കുറെ അന്വേഷിക്കുകയൊക്കെ ചെയ്താ, പക്ഷെ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയണ്ടായിരുന്നില്ല. ശരിക്കും അച്ഛനും വിഷമമായി കാണുമായിരിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് സങ്കടമായി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോമതി കണ്ടപടി തന്നെ ബാലൻ പറഞ്ഞു, ഞാൻ കാരണമല്ലേ എന്റെ മകന്റെ ജീവൻ നശിച്ചല്ലേ ഗോമതി എന്ന് ചോദിച്ചു. എന്താ ബാലേട്ടത്? ബാലേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? എന്തേ ബാലേട്ട, ആകാശ് എന്തേലും പറഞ്ഞെന്നോർത്തോണ്ട് അവൻ മദ്യപിച്ചിട്ട് എന്തൊക്കെയോ പൊലമ്പീതാ. അതൊന്നും ബാലേട്ടൻ കാര്യമായിട്ട് എടുക്കണ്ട. അല്ല ഗോമതി, അവ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. അവന് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആൾ ആനന്ദ്. പിന്നെ ഞാനാ നിർബന്ധിച്ച്, അങ്ങനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച്. ഞാൻ കൂടുതൽ അന്വേഷിക്കണമായിരുന്നു. ഞാൻ കരുതി നല്ല ആൾക്കാരായിരിക്കുമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു ചതി നമ്മളോട് അവർ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. സാരമില്ല, പോട്ടെ ബാലേട്ട. ബാലേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ബാലേട്ടന്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതല്ല ഗോമതി, ഇപ്പൊ തന്നെ കണ്ടില്ലേ ആനന്ദ് മദ്യപിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ കേട്ടോ. ആനന്ദിന്റെ മനസ്സ് നല്ല സങ്കടമുണ്ട്. അവൻ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശ്രീദേവി ആയിട്ടുള്ള ജീവിതം, അത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചില്ലേ. ഇനിയിപ്പം അവൻ എന്ത് ചെയ്യും എന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. അവൻ എന്നോട് തുറന്നു പറയുന്നില്ലെന്നുള്ളൂ. പക്ഷെ അവൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ ആകാശ് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലല്ലേ, എൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ഒത്തു നിന്നിട്ടില്ലല്ലേ. ബാലേട്ട, അതവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയതല്ലേ. അതിന് ബാലേട്ടൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല ഗോമതി, ഞാനിതൊക്കെ ചിന്തിക്കണമായിരുന്നു. ഞാനൊന്നും ചിന്തിച്ചില്ല. അത് കേട്ടിഞ്ഞപ്പം ഗോമതിക്കും ഭയങ്കര വിഷമായി. പാവം ബാലേട്ടൻ എന്നൊരു ചിന്തയായിരുന്നു. ഗോമതി ഒരു വ്യക്തി ബാലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. നടക്കാൻ പോയിട്ട് വന്നോടനെ ബാലൻ കടയിലേക്ക് പോയി. ആകാശവും ആനന്ദും ഒക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ബാലൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകാശമൊക്കെ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എങ്ങോട്ട് ചെന്നു. ഗോമതി എന്നിട്ട് പറഞ്ഞു, ഇന്നലെ നീയൊക്കെ എന്താ പറഞ്ഞത്? നിനക്കൊക്കെ വല്ല ബോധമുണ്ടോ? അപ്പോഴേക്കും ആകാശം ചോദിച്ചു, എന്താ? ഒന്നും അറിയത്തില്ലല്ലേ. എടാ, മനുഷ്യനാണെങ്കിലേ കുറച്ചൊക്കെ ഒരിത് വേണം. എടാ, സ്വന്തം അച്ഛനോടൊക്കെ പറഞ്ഞേ, അതെന്താ വിളിച്ചു പറഞ്ഞെന്നറിയാവോ? അപ്പോഴേക്കും ആകാശം പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലോ. എന്റെ ജീവിതത്തെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ. അതെ, നീയൊക്കെ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ബാലേന്റെ മനസ്സിനെ എത്രമാത്രം നോവിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ആ പാവം മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി എത്രയും കാലം ജീവിച്ചേ. 1 രൂപ പോലും കളയാതെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ മറ്റാർക്കും വേണ്ടിയിട്ടായിരുന്നില്ല. ഇത്രയൊക്കെ സമ്പാദിച്ചുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാ. എന്നിട്ടോ ഒന്നും അല്ലാതാക്കി കളഞ്ഞില്ലേ നിങ്ങള്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അത് പിന്നെ അമ്മേ, അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു ദേഷ്യത്തിന്, അതേടാ നിനക്കൊക്കെ ദേഷ്യം വരുമ്പോ എന്തു ആവാ എന്നും പറയല്ലേ. ആര്യം പറഞ്ഞു, അത് ആനന്ദന്റെ കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. വേണ്ട, ഇനി കൂടുതലൊന്നും നീയൊന്നും പറയണ്ട. എടാ, നിങ്ങളെക്കാളും കൂടുതൽ വിഷമിച്ച് നടക്കുന്ന ആളാ അദ്ദേഹം. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ബാലേട്ടൻ കാരണമാണല്ലോ
ആനന്ദന്റെ ജീവൻ നശിച്ചെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളും കൂടെ കുറ്റപ്പെടുത്തി കഴിയുമ്പം ആ മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന മീനു പറഞ്ഞു, അമ്മേ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ ഇന്നലെ ഒരെണ്ണല്ലേ കൊടുത്തിട്ടുള്ളൂ, ഒരു 4 കൂടെ ഇട്ട് കൊടുക്കണമായിരുന്നു, എങ്കിലോ പഠിക്കോളെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. അപ്പോഴേക്കും ആകാശം മീനൊന്നും പറഞ്ഞ് വിളിച്ചു, ദേ മിണ്ടരുത്, ഇനി എങ്ങാനും ഇവിടെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴറിയാം. ആകാശം പറഞ്ഞു, ഞങ്ങളൊന്നുമല്ല, അത് പിന്നെ ആനന്ദേട്ടൻ. അതെ അതെ, ഇനിയിപ്പോ ആനന്ദേട്ടന്റെ തലയെ കെട്ടിവെച്ചാൽ മതിയല്ലോ, ഒരു കാരണമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും വീട്ടിലേക്ക് വരുവാണ്. അച്ഛനും വീട്ടിലേക്ക് വന്ന് പിന്നെ അനന്തനെ കണ്ടു. അനന്തനോട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട് അനന്തേട്ടാ. എന്താ? എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കടയിൽ ഉദ്ഘാടനം നടത്താം. അല്ല, അത് കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ. അത് പറ്റില്ല, 2 ദിവസത്തിനുള്ളിൽ ഉദ്ഘാടനം നടത്തണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നേ. 2 ദിവസത്തിനുള്ളിലോ? ഇതെന്ത് വർത്താനോടാ നീ പറയണേ? 2 ദിവസത്തിനുള്ളിൽ തന്നെ എങ്ങനെയല്ല സെറ്റ് ആവുന്നേ? അതൊക്കെ സെറ്റാവും. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എടാ പിന്നെ ഒരു കാര്യമുണ്ട്, കടയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ ധർമ്മന്? അതൊരു പ്രശ്നമാണ് ചേട്ടാ. കാരണം ഇപ്പൊ ഈ കട വരുന്ന കോമഡി സ്റ്റോഴ്സ് ബാലിന്റെ കടയുടെ ഓപ്പോസിറ്റ് ആയിട്ടാ. വലിയ സൂപ്പർ മാർക്കറ്റിനെ വരാൻ പോന്നെ. അങ്ങനെ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലിന് വലിയ അടി തന്നെ ആയിരിക്കും. അത് ഉദ്ദേശിച്ച് തന്നെ നമ്മൾ ആ കട അവിടെ വെക്കുന്നേ. എടാ പിന്നെ ഒരു കാര്യമുണ്ട്, ധർമ്മൻ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. ധർമ്മൻ അവിടെ ആ കടയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മം പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ആ കടയെ ഏറ്റെടുക്കില്ല എന്ന് പറയത്തുള്ളൂ. അവന്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അവന് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സും മുഴുവനും ബാലിന്റെ അരിയില ദേവമംഗലത്താണ്, ആ കുടുംബത്തിലാണ്. അത് ഇതുവരെയായിട്ട് നീ മനസ്സിലാക്കിയാതെ പോയല്ലോ അച്യുത. അതൊക്കെ എനിക്കറിയാം അനന്തേട്ടാ. പക്ഷെ സുകന്യ നമ്മളോടൊപ്പം സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ അറിയാലോ, ഒരു കാരണവശാലും ധർമ്മൻ ദേവമംഗലത്തേക്ക് ഇനി പോകാൻ പാടില്ല. ധർമ്മനെ നമ്മൾ തളയ്ക്കണം ഈ കട വെച്ച്. ബാലിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അടിയത്. അതുകൊണ്ട് തന്നെ എടാ അങ്ങനെയാണ് പിന്നെ നമുക്ക് ആ കട അവിടെ നിന്ന് എങ്ങോട്ടും മാറ്റി വെച്ചാൽ പോരെ? അവിടെ തന്നെ വേണം തന്നെ നിർബന്ധം. അതിന്റെ ആവശ്യമുണ്ടോ? വെറുതെ ഒരു പ്രശ്നത്തിന് പോകേണ്ട കാര്യമുണ്ടോ? അനന്തേട്ടാ നല്ലൊരു സ്പോട്ടാ അത്, അവിടെ തന്നെ വേണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അനന്തേട്ടന്റെ മോൾ അവളെ ഉള്ളതുകൊണ്ടായിരിക്കും അനന്തേട്ടൻ അവരോട് ഇത്ര സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി അതിന് മാറ്റമില്ല എന്ന് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അനന്തരം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായി തീരുമെന്ന്. കാരണം ധർമ്മനാണ്. ധർമ്മന് ചിലപ്പോൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവനത് കടയുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് സമ്മതിക്കത്തില്ല. കോമഡി സ്റ്റോഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ സൂപ്പർ മാർക്കറ്റ് വരുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണം ബാലിന് പണിയല്ലേ, ബാലിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ കുറയൂലേ. ഇത്രയും നാളും അത്ര അടുത്ത് വേറെ കടകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ധർമ്മന് വേണ്ടിയിട്ട് അവിടെ തുടങ്ങാനായിട്ട് പോകുന്നത്. അങ്ങനെ അച്യുതൻ സന്തോഷത്തോടു കൂടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. രാജശ്രീയുടെ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാജശ്രീക്ക് സന്തോഷമായി. പിന്നീടാണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. കടയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുകന്യ പറഞ്ഞു, അതെ എനിക്ക് കട കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, സുകന്യ എന്നോടൊപ്പം പോരെ, കടകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ സുകന്യം കൂട്ടിക്കൊണ്ട് അച്യുതൻ കടയിലേക്ക് പോന്നെ. അപ്പൊ സൂപ്പർ മാർക്കറ്റിലെ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. സുകന്യ കട ആകെ പാടെ നോക്കി, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് അച്യുതേട്ടാ, ഇതേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താണെങ്കിലും ധർമ്മേണ്ട സന്തോഷമാവെന്ന് പറഞ്ഞു. പിന്നെ സുകന്യെ, ധർമ്മന്റെ കാര്യം അറിയാലോ, ധർമ്മൻ എങ്ങാനും എന്തെങ്കിലും വിസമ്മതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ലാന്നേ ഞാനല്ല പറയണേ. ആ ചേട്ടൻ സമാധാനമായിട്ടിരിക്കും. പിന്നീട് സുകന്യ ക്യാഷ് കൗണ്ടർ അവിടെ പോയിരുന്ന് നോക്കുവാണ്. അതിനുശേഷം അവിടുത്തെ ചെയറിലേക്ക് കയറിയിരുന്നു. ധർമ്മേട്ടൻ ഈ കടയുടെ മുതലാളിയായിട്ട് വേണം തനിക്ക് ഇടയ്ക്ക് വന്ന് ഈ കടയുടെ കയസാലിലൊന്ന് കയറിയിരിക്കണം. എന്തൊരു സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഇരുന്ന് ക്യാഷൊക്കെ വാങ്ങാനായിട്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് സുകന്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് സുകന്യ വന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ധർമ്മേട്ടൻ ഒരു കാരണവശാലും ഇത് വേണ്ടെന്ന് പറയില്ല. ഇനി വേണ്ടെന്ന് പറഞ്ഞാലും ധർമ്മേട്ടനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കാരണം ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്തായതുകൊണ്ട് ധർമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതൊന്നും ഓർത്ത് അച്യുതേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. സുകന്യ നിലത്തെങ്ങും അല്ല. സുകന്യക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും നല്ലൊരു കട ഇനിയിപ്പം വെച്ചിട്ട് കയറ്റുമായിരിക്കും. ബിസിനസ് അല്ലേ, അപ്പൊ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. താൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.